ബ്രില്യൻസ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ മലയാളത്തിൽ കണ്ണാന്തളി പൂക്കളുടെ കാലം എന്ന് പറയുന്ന MT വാസുദേവൻ നായരുടെ ഓർമ്മക്കുറിപ്പാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പം നമുക്കറിയാം, ഓർമ്മക്കുറിപ്പുകൾ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഒരുപാട് ഓർമ്മകൾ ഉണ്ടാവും അല്ലേ. ഇപ്പോൾ കുട്ടിക്കാലത്ത് എന്താണ് നമ്മുടെ ഒരുപാട് ഓർമ്മകളെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഹൃദയത്തിൽ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ MTയുടെ കണ്ണാന്തളി പൂക്കളുടെ കാലം എന്ന് പറയുന്ന ഓർമ്മക്കുറിപ്പിൽ അതായത് ആദ്യകാലത്തെ അദ്ദേഹത്തിൻ്റെ ബാല്യകാല അനുഭവങ്ങളിൽ നിന്നും തുടങ്ങി വർത്തമാനകാലത്തെ ജീവിത യാഥാർത്ഥ്യത്തിൽ ചെന്ന് അവസാനിക്കുന്ന രീതിയിലുള്ള ഒരു അവതരണമാണ് അദ്ദേഹം ഈ ഒരു ലേഖനത്തിൽ നടത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓണം എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഒരുപക്ഷെ ഒരുപാട് നല്ല നല്ല ഓർമ്മകൾ ഇങ്ങനെ ഓടിയെത്തും അല്ലേ. പൂക്കളാവട്ടെ അല്ലേ, നാനാ വർണ്ണങ്ങളിലുള്ള പൂക്കൾ, അതുപോലെ ഓണസദ്യ, പിന്നെ അങ്ങനെ ഒരുപാട് ഓർമ്മകളുടെ ഒരു പൂക്കാലം തന്നെയാണ് ഓണം സമ്മാനിക്കുന്നത്. അപ്പം MT തൻ്റെ ഈ ഒരു ലേഖനം തുടങ്ങുന്നത്, ഈ ഓർമ്മക്കുറിപ്പ് തുടങ്ങുന്നത് അദ്ദേഹത്തിൻ്റെ ബാല്യകാല ഓർമ്മകളെ മുൻനിർത്തിക്കൊണ്ടാണ്. തെക്കരോട് മത്സരിക്കാൻ ഞങ്ങൾക്കാവില്ല, തെക്കരെന്ന് വെച്ചാൽ വന്നേരിക്കാർ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ വന്നേരി എന്ന് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ വീട്ടുകാരെയാണ്. അദ്ദേഹം താമസിക്കുന്നത് അമ്മയുടെ വീട്ടിലാണ്. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ സഹോദരനുണ്ട് കുട്ടമ്മാവൻ, അതുപോലെ MTയുടെ ചേട്ടൻ കൊച്ചുണ്ണി, ഇവരാണ് അവിടെ താമസിക്കുന്നത്. MTയുടെ അച്ഛൻ്റെ വീട് വന്നേരിയിലാണ്. അപ്പോൾ ഞങ്ങൾക്ക് അവരോട് ഒരിക്കലും മത്സരിക്കാൻ കഴിയില്ല. കാരണം കൊയ്യാൻ വൈകിയാൽ ഒന്നും അവർക്ക് പ്രശ്നമില്ല. അവരുടെ പത്തായങ്ങളിൽ എപ്പോഴും നെല്ലുണ്ടാവും. മാത്രമല്ല, കൊയ്ത്ത് നടക്കുന്ന ഇടത്തു നിന്ന് തന്നെ എന്ത് ചെയ്യും, അവർ നെല്ല് വിൽപ്പനയും നടത്തും. അതൊക്കെ സൂചിപ്പിക്കുന്നത് സമൃദ്ധിയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ വേലിപ്പടർപ്പിലെ പൂക്കളൊക്കെ എന്ത് ചെയ്യും, പൂക്കളം ഒരുക്കാനായിട്ട് അവർ ഉപയോഗിക്കും. പിന്നെ മാദേവരെ പറ്റി, മാദേവർ എന്ന് പറഞ്ഞാൽ ഇവിടെ തൃക്കാക്കരയപ്പനാണ് കേട്ടോ. മാദേവർ എന്ന് പറയുന്നത് അവർ ആശാരിമാരാണ്. അവർക്ക് എന്തുണ്ടാക്കുക, മാശേരിമാരാണ്, അല്ലെങ്കിൽ ആശാരിമാരെ കൊണ്ട് മരം കൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, മാദേവരെ നിർമ്മിക്കുന്നത്. പക്ഷേ ഇവർക്ക് കുട്ടമാമൻ, അതായത് ഇവരെ അമ്മാവൻ എപ്പോഴും പറയുന്നത് മാദേവരെ ഉണ്ടാക്കുന്നത് മണ്ണ് കൊണ്ട് കുഴച്ചിട്ടാവണമെന്ന് കുട്ടമാമന് നിർബന്ധമാണ്. അങ്ങനെ ഇവരങ്ങനെയാണ് ചെയ്യുക. പിന്നെ അവർ പറയുന്നുണ്ട്, അവർക്ക് പാണനും പാട്ടിയൊക്കെ എപ്പോഴും വന്നിട്ട് ഓണക്കാലത്തൊക്കെ വന്നിട്ട് പാട്ട് പാടും. പക്ഷെ ഇവർക്കും ഉണ്ണിപ്പരനും പാട്ടിയും അവിടെ വന്ന് പാട്ടൊക്കെ പാടും ഓണത്തിന്. പക്ഷേ അവർ പാടുന്നത് കേൾക്കുന്ന സമയത്ത് സങ്കടമാണ് തോന്നുക. കാരണം എല്ലാ വീട്ടിലും പോയി പാട്ടൊക്കെ പാടി MTയുടെ ഒക്കെ വീട്ടിലെത്തുമ്പോഴത്തേക്ക് അവരെന്തായിട്ടുണ്ടാവും, ആകെ തളർന്ന് അവശരായിട്ടുണ്ടാവും. അപ്പം അത് കേൾക്കുന്ന സമയത്ത് അവരോട് സഹതാപമാണ് തോന്നുക. കാരണം അവരുടെ ശബ്ദമൊക്കെ ഇടറി, ഒച്ചയൊക്കെ അടച്ച് വല്ലാത്ത ദയനീയതയാണ് അവരോട് തോന്നിയിരുന്നത് എന്ന് അദ്ദേഹം പറയുകയാണ്. പിന്നെ അദ്ദേഹം പങ്കുവെക്കുന്നത് അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാല ഓർമ്മകളിലേക്കാണ്. അതായത് ഇവർ അച്ഛൻ്റെ വീട്ടിൽ താമസിക്കാൻ പോയ ആ ഒരു അനുഭവത്തെയാണ് പിന്നീട് അദ്ദേഹം പങ്കുവെക്കുന്നത്. അതായത് അച്ഛൻ്റെ വീടെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വന്നേരിയിലാണ്. അവിടെ ആരൊക്കെയാണ് താമസിക്കുന്നത്, അതായത് MTയുടെ അച്ഛൻ എവിടെയാണ്, സിലോണിലാണ്, അതായത് ഇന്നത്തെ ശ്രീലങ്കയിൽ. അച്ഛന് ചെറിയമ്മാമ എന്ന് വെച്ചാൽ അച്ഛൻ്റെ അനിയന്മാരെ അദ്ദേഹം വിളിക്കുന്നത് ചെറിയമ്മാമ എന്നാണ്. അച്ഛൻ്റെ അനിയനാണ് ചെറിയമ്മാമ. അതുപോലെ കുട്ടമ്മാമനും ഉണ്ട്. കുട്ടമ്മാമൻ എസ്റ്റേറ്റിലാണ് ജോലി. പിന്നെ ഉള്ളത് ലക്ഷ്മി ഓപ്പ, അമ്മിണി ഓപ്പ എന്ന് പറയുന്ന അച്ഛൻ്റെ 2 പെങ്ങന്മാരും അതുപോലെ അച്ഛമ്മയാണ് അവിടെ താമസിക്കുന്നത്. പക്ഷെ ഇപ്പം നിലവിൽ ആരൊക്കെയാണ് ഉള്ളത്, അവിടെ ചെറിയമ്മാമയുണ്ട്, അതുപോലെ അമ്മിണിയോപ്പയുണ്ട്, ലക്ഷ്മി ഓപ്പയുണ്ട്. കുട്ടമാമൻ എസ്റ്റേറ്റിലാണ്, അച്ഛൻ സിലോണിലാണ്. അപ്പോൾ ഇവരാണ് അവിടെ താമസിക്കുന്നത്. അപ്പോൾ MT അവിടെ ഈ ഓണ അവധിക്കാലത്തും വിഷു അവധി അങ്ങനെയുള്ള അവധിക്കാലങ്ങളിലൊക്കെ സ്കൂളൊക്കെ അടച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ അവിടേക്ക് താമസിക്കാനായിട്ട് പോകും. നല്ല രസമുള്ള കാലമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതെ, ഇവർ താമസിക്കാൻ പോകുന്ന സമയത്ത് കുട്ടമാമൻ്റെ മക്കൾ വരും, ചെറിയമ്മാമൻ്റെ മക്കൾ വരും. അങ്ങനെ എല്ലാവരും കൂടി രസകരമായിട്ടുള്ളൊരു അവധിക്കാലമാണ് അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഇവർ അവിടെ പോയ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളെയാണ് ഇങ്ങനെ അയവിറക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അവിടെ പോയ സമയത്ത് അച്ഛമ്മയുടെ മുറിയുടെ അടുത്ത് തന്നെയാണ് ചെറിയമ്മാമൻ്റെ മുറി. ചെറിയമ്മാമ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പേടിയായിരുന്നു. ചെറിയമ്മാമി. അദ്ദേഹം അങ്ങനെ ആരോടും ചെറിയമ്മാമ ആരോടും എന്ത് ചെയ്യില്ല, സംസാരിക്കൂല. വളരെ എപ്പോഴും തല താഴ്ത്തിക്കൊണ്ടാണ് നടക്കുക. അടുത്തുള്ള പ്രൈമറി സ്കൂളിലെ അധ്യാപകനാണ് ചെറിയമ്മാമ. വീട്ടിൽ കണക്കുകളും കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് ആരാണ്,
ചെറിയമ്മാമയാണ് അടക്കയുടെ കണക്കാവട്ടെ, നെല്ലിൻ്റെ കണക്കാവട്ടെ, സകല വരുമാനങ്ങളുടെ കണക്കുകളൊക്കെ നോക്കിയത് ചെറിയമ്മാമയാണ്. ചെറിയമ്മാമയുടെ മുറിയിൽ എന്താണ് ഈ ഒരു തെങ്ങിൻ്റെ കണക്ക് പുസ്തകം, അടക്കേൻ്റെ കണക്കൊക്കെ എഴുതി വെച്ചിരിക്കുന്ന പുസ്തകങ്ങളുടെ ഒരു കെട്ട് തന്നെ ഉണ്ട് എന്ന് MT പറയുന്നുണ്ട്. മാത്രമല്ല MT പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ചെറിയമ്മാമയ്ക്ക് കാത് വളരെ പതുക്കെയാണ് കേൾക്കുക. പിന്നെ അദ്ദേഹം നടക്കുന്ന സമയത്ത് തല താഴ്ത്തിയിട്ടാണ് നടക്കുക, വളരെ വേഗതയിലാണ് നടക്കുക. അപ്പോൾ നടക്കുന്ന സമയത്ത് കാലിലെ വള്ളിച്ചെരുപ്പ് ഇങ്ങനെ എന്ത് ചെയ്യും, താളത്തിൽ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കും. അപ്പോൾ ദൂരെ നിന്ന് മനസ്സിലാവും എന്ത്, ചെറിയമ്മാമ വരുന്നുണ്ടെങ്കിൽ ഇവർക്ക് ദൂരേന്ന് മനസ്സിലാവും വരുന്നുണ്ട് എന്ന്. എല്ലാവർക്കും പേടിയാണ്. MT പോയ സമയത്ത് എന്തോന്ന് അദ്ദേഹത്തിന് മുന്നിലെത്തിയ സമയത്ത്, മുന്നിൽ പെട്ടുപോയ സമയത്ത് അദ്ദേഹം ഒന്ന് തലയാട്ട് മാത്രമാണ് ചെയ്തത്. അത്ര പോലും എന്താണ് ഇവരുമായിട്ട് വലിയൊരു എന്താ പറയുക ഒരു എന്താണ് അടുപ്പമൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അദ്ദേഹം പറയുന്നുണ്ട് പകൽ സമയങ്ങളിൽ ഇവർക്ക് ഭയങ്കര ഉത്സവമാണ്. കാരണം എന്താണ്, അവിടെ അടുത്തൊരു അടച്ചിട്ടിരിക്കുന്ന വീടുണ്ട്, അതിൻ്റെ ചുറ്റും എന്താണ് ഒരുപാട് മാവും അതുപോലെ കശുവണ്ടി അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ രാവിലെ എന്താണ് ഇവർ അവിടെ കളിക്കാൻ പോകും, കൊത്തങ്കല്ല് കളിക്കുക, അങ്ങനെ ഒരുപാട് കളികളിലൊക്കെ ഏർപ്പെടും. അപ്പോൾ അതൊക്കെ ഒരു രസമായിരുന്നു എന്ന് അദ്ദേഹം പറയാണ്. പക്ഷെ സന്ധ്യ ആയി കഴിഞ്ഞാൽ അച്ചമ്മയ്ക്ക് നിർബന്ധമാണ് എന്ത്, കുട്ടികൾ മേലെ എഴുകി വന്നിട്ട് സന്ധ്യാനാമം ചൊല്ലുക എന്നുള്ളത് അച്ചമ്മയ്ക്ക് നിർബന്ധമുള്ള കാര്യമായിരുന്നു. പിന്നെ അതുപോലെ വൈകിട്ട് ഈ സന്ധ്യാനാമമൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഭയങ്കരമായിട്ട് വിശന്ന് കഴിഞ്ഞാൽ പോലും എന്താണ് ഭക്ഷണം കിട്ടാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഈ ചെറിയമ്മാമയുടെ മക്കളടക്കമുള്ള കുട്ടികൾ എന്താണ് ചെറിയമ്മാമേനെ പ്രാഗിയിട്ടുണ്ടായിരുന്നു. അതെന്താ സംഭവം എന്ന് വെച്ചാൽ ചെറിയമ്മാമ വന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം മാത്രമാണ് കുട്ടികളടക്കമുള്ളവർക്ക് എന്ത് ചെയ്തത്, അവിടെ ഭക്ഷണം നൽകിയിരുന്നത്. അത് ഭയങ്കരമായിട്ട് എന്താണ് അവർക്ക് വല്ലാത്ത കളിയൊക്കെ കഴിഞ്ഞ് വിശന്നിരിക്കുന്ന സമയത്ത് പോലും ഭക്ഷണം കിട്ടാതെ ഇങ്ങനെ ചെറിയമ്മാമയ്ക്ക് വേണ്ടി കാത്തിരിക്കേണ്ടി വന്നിട്ടുണ്ട്. ചെറിയമ്മാമ എങ്ങനെയാ, പ്രൈമറി സ്കൂളിലെ അധ്യാപകനാണെന്ന് പറഞ്ഞു, അവിടുത്തെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം എന്താണ് പാടത്തേക്ക് പോകും. അവിടുത്തെ കണക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം ഇരുടായിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. വന്നു കഴിഞ്ഞാൽ എന്താണ് ചെറിയമ്മാമ മുറിയിൽ കയറി വാതിലടയ്ക്കുന്നു, പിന്നെ കണക്കും കാര്യങ്ങളൊക്കെ നോക്കുന്നു. ചിലപ്പോൾ അച്ചമ്മയുടെ മുറിയിൽ പോയി എന്താണ് അച്ചമ്മയായിട്ട് സംസാരിക്കും. അപ്പോൾ സംസാരിക്കുന്ന സമയത്ത് വളരെ പതുക്കെയാണ് സംസാരിക്കുക. അപ്പോൾ കുട്ടികൾ പലപ്പോഴും എന്താണ് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. കാരണം ചെവി പതുക്കെ കേൾക്കുന്ന ചെറിയമ്മാമ എങ്ങനെയാണ് അച്ചമ്മ പറയുന്നത് കേൾക്കുന്നതെന്ന് ഇവർക്ക് പലപ്പോഴും അത്ഭുതം തോന്നിയിട്ടുണ്ട്. പിന്നെ അതുപോലെ പിന്നെ അതിനുശേഷം എന്താണ് കണക്കും കാര്യങ്ങളൊക്കെ നോക്കി അച്ഛമ്മേനോടൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ എന്താണ് വിസ്തരിച്ചൊരു എണ്ണ തേക്കലുണ്ട്. എണ്ണ തേച്ച് കഴിഞ്ഞാൽ കുളത്ത് പോയി കുളിക്കും, കുളിച്ച് വന്നാൽ നാമം ചൊല്ലും. അതിനുശേഷമാണ് എന്ത് ചെയ്യുക, ഭക്ഷണം കഴിക്കാൻ വരും. ഭക്ഷണം കഴിക്കാന്ന് വെച്ചാൽ വേഗം കഴിക്കും, പെട്ടെന്ന് തന്നെ കഴിക്കും. അതുപോലെ എന്താണ് ആരോടും അപ്പം സംസാരിക്കുകയൊന്നുമില്ല. പിന്നെ കാർക്കിച്ച് തുപ്പും, അതായത് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ കൈ കഴുകി കാർക്കിച്ച് തുപ്പുന്ന സമയത്ത് ആ ശബ്ദം കേട്ടാലാണ് കുട്ടികൾ എന്ത് ചെയ്യുക അടുക്കളയിലേക്ക് ഓടിപ്പോവുക. അപ്പോഴേക്കും എന്താണ് ചിലരൊക്കെ ഉറങ്ങിയിട്ടും ഉണ്ടാവും. ആ ഒരു അവസ്ഥയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അത് ഇവർക്ക് വല്ലാത്തൊരു എന്താണ് പ്രശ്നമായിട്ടാണ് അനുഭവപ്പെട്ടത്. അപ്പോൾ ഈ ചെറിയമ്മാമയുടെ മക്കൾ ഒരു ദിവസം എന്ത് ചെയ്തു, അച്ഛൻ്റെ പെങ്ങന്മാരെടുത്ത് പോയിട്ട് ചോദിച്ചു, അച്ഛൻ ഞങ്ങളെ വീട്ടിൽ വരുമ്പോൾ അങ്ങനെയൊന്നും അല്ലല്ലോ, ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണല്ലോ ഭക്ഷണം കഴിക്കുക, ഇവിടെ എന്താ ഇങ്ങനെയെന്ന് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞ മറുപടി എന്ന് വെച്ചാൽ ഇവിടുത്തെ ശീലം ഇങ്ങനെയാണ്, ഇവിടെ നിൽക്കാൻ താല്പര്യമുള്ളവർ ഇങ്ങോട്ട് വന്നാൽ മതി. അത് ഇവർക്ക് എന്താണ് വല്ലാത്തൊരു വേദനയാണ് ഉണ്ടാക്കിയത്. കാരണം ആ ഒരു സംഭവം ഒഴിച്ചു കഴിഞ്ഞാൽ പകൽ സമയങ്ങളിൽ ഇവർക്ക് എന്താ ഭയങ്കര ഉത്സവമാണല്ലോ, അതുകൊണ്ട് ഇവരൊക്കെ പിന്നെന്താണ് മിണ്ടാതിരിക്കുകയാണ് ചെയ്തത് എന്ന് പറയുന്നുണ്ട്. പിന്നെ അതിനുശേഷം അവധിയൊക്കെ എന്താണ് വളരെ മനോഹരമായിട്ട് ആഘോഷിച്ച് ചെറിയമ്മാമയുടെ വീട്ടിൽ താമസിച്ചതിന് ശേഷം തിരിച്ച് ഒരു ഇടവപ്പാതിയൊക്കെ ആകുമ്പോഴേക്കും എന്താണ് വീട്ടിലേക്ക് മടങ്ങി വരികയാണ് ആര്, MTയും സഹോദരനും. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ അവരുടെ വീടുകളിലേക്കൊക്കെ പോയി. മടങ്ങി വന്ന സമയത്ത് വീട്ടിലെ സ്ഥിതി വളരെ പരുങ്ങലിലാണ്. ഭയങ്കരമായിട്ട് എന്താണ് ദാരിദ്ര്യം പിടിച്ചൊരവസ്ഥയാണ്. വരുമാനമൊന്നുമില്ല, അടക്കയുടെ വരുമാനം വളരെ കുറവാണ്. ഇവർ കുട്ടികളായിരിക്കുന്ന കാലം തൊട്ട് ഇവർക്ക് എന്താണ് അടക്കയുടെ വരുമാനം ഉണ്ടോ, അല്ലെങ്കിൽ അടക്കയ്ക്ക് നല്ല വില ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. കാരണം കണക്കും കാര്യങ്ങളൊക്കെ കുട്ടികളും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ വീട്ടിൽ ഈ ഓണമൊക്കെ ആയി കഴിഞ്ഞാൽ അവിട്ടം നാളിലൊക്കെ എന്താണ് പുറം പണിക്കാർക്കൊക്കെ സദ്യയും കാര്യങ്ങളൊക്കെ കൊടുക്കും. അപ്പോൾ അന്ന് എന്താണ് ദാരിദ്ര്യം ഉള്ളത് കൊണ്ട് തന്നെ എന്താണ് അതൊക്കെ പേരിൽ മാത്രം ഒതുക്കുകയാണ് ചെയ്തത്. കോടിയൊന്നും ആർക്കും എടുത്തിട്ടില്ല. പണിക്ക് വരുന്ന 2-3 പേർക്ക് മാത്രമാണ് എടുത്തു കൊടുത്തത്. സിലോണിൽ നിന്ന് എന്താണ് മണി ഓർഡർ ഒന്നും വന്നിട്ടില്ല. വീട്ടിലെ സ്ഥിതി വളരെ എന്താണ് പരുങ്ങലിലായ ഒരു അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് MT എന്താണ് അദ്ദേഹത്തിനും സഹോദരനും ഒന്നും തന്നെ ഈ കോടിയും കാര്യങ്ങളൊന്നും എടുക്കാതെ ചെറിയൊരു വിഷമത്തിലൊക്കെ ഇരിക്കുന്ന ആ ഒരു സമയത്ത് പതിവിലും വിപരീതമായിട്ടൊരു അതിഥി അവരുടെ വീട്ടിലേക്ക് വരികയാണ്. അത് മറ്റാരുമല്ല ചെറിയമ്മാമയാണ്. ചെറിയമ്മാമ കയ്യിൽ ഒരു പൊതിയൊക്കെ ആയിട്ട് വീട്ടിലേക്ക് വന്നു. അമ്മ എന്താണ് അദ്ദേഹത്തോട് ഇരിക്കാൻ പറഞ്ഞു. അമ്മയുടെ കയ്യിൽ എന്താണ് ഒരു പൊതി കൊടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് ഇത് കുട്ടികൾക്കുള്ളതാണെന്ന്.
അങ്ങനെ ചെറിയമ്മാമയോട് അമ്മ അങ്ങനെ സംസാരിക്കാൻ തുടങ്ങുകയാണ്. എന്താണ് മണി ഓർഡർ ഒന്നും വന്നിട്ടില്ല, എങ്ങനെയാണ് അവസ്ഥ എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും എല്ലാം അറിയാമെന്ന രീതിയിൽ അദ്ദേഹം എന്ത് ചെയ്യാണ്, തലയാട്ടാണ്. എന്നിട്ട് അവിടുന്ന് ഇവരോട് യാത്ര പറഞ്ഞിട്ട് പോവാണ്. സാധാരണ ചെറിയമ്മാമ അച്ചമ്മയുടെ കൂടെ ഭക്ഷണം കഴിച്ചതിന് ശേഷം എവിടേക്ക് പോകും, ഭാര്യ വീട്ടിലേക്ക് പോവാറാണ് പതിവ്. അതിലും വിപരീതമായിട്ടാണ് ഇന്ന് ആരെ കാണാനായിട്ട് വന്നത്, MTയുടെ വീട്ടിലേക്ക് അവരെ കാണാനായിട്ട് അദ്ദേഹം വന്നത്. അങ്ങനെ ചെറിയമ്മാമ എന്താണ് അവരുമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചതിന് ശേഷം മടങ്ങി പോവാണ്. അപ്പോൾ ചെറിയമ്മാമ പോയതിന് ശേഷം അമ്മ എന്ത് ചെയ്യണം, ആ പൊതി ഒന്ന് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ MT കാണുന്നത് എന്താ, കരയുള്ള 2 മുണ്ടാണ്. ഒന്ന് ആർക്കാണ്, ഒന്ന് MTക്കും ഒന്ന് കൊച്ചുണ്ണിയേട്ടനും. ആരെങ്കിലും കണ്ടോന്നറിയില്ല, MT അറിയാതെ എന്ത് ചെയ്യാണ്, കരഞ്ഞു പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് എന്താണ്, കണ്ണുനീര് വരികയാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഒരുപക്ഷെ ചെറിയമ്മ ഭക്ഷണം കഴിച്ചതിന് ശേഷം മാത്രമാണ് കുട്ടികളടക്കമുള്ളവർക്ക് ഭക്ഷണം നൽകാവൂ എന്ന നിയമം തറവാട്ടിൽ കൊണ്ടുവന്നത് ചെറിയമ്മാമ ആയിരിക്കില്ല എന്ന് MT പറയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ വീട്ടിലെന്താണ് പണികളൊക്കെ കഴിഞ്ഞ് അയൽവക്കത്തുള്ളവരൊക്കെ കുറിച്ച് പറഞ്ഞ് അതുപോലെ സീരിയലൊക്കെ കണ്ടതിന് ശേഷം അച്ഛൻ്റെ പെങ്ങന്മാരുണ്ടാക്കിയതായിരിക്കാം ഈ ഒരു നിയമം. ഇതിൻ്റെ സത്യം അറിയാൻ ഇന്ന് അവരും ജീവിച്ചിരിക്കുന്നില്ല, അച്ഛൻ്റെ പെങ്ങന്മാരും ജീവിച്ചിരിക്കുന്നില്ല, ചെറിയമ്മാമയും ജീവിച്ചിരിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്, എഴുതി വെക്കുകയാണ്. പിന്നെ അതിനുശേഷം അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അതായത് ആ ചെറിയമ്മാമയുടെ ആ ഒരു സ്നേഹത്തെയാണ് ഇവിടെ എന്ത് ചെയ്തത്, കാണിച്ചു തരുന്നത് കേട്ടോ. പിന്നെ അതിനുശേഷം അദ്ദേഹം പങ്കുവെക്കുന്ന മറ്റൊരു ഓർമ്മ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ അച്ഛൻ്റെ വീട്ടുകാരെന്ന് പറഞ്ഞാൽ അവർക്ക് എന്താണ്, ഇങ്ങനെ പത്തായങ്ങളിൽ നെല്ലുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, സൗഭാഗ്യങ്ങൾ, അവരെക്കാളും വലിയ സൗഭാഗ്യം ഞങ്ങൾക്കാണ് ഉണ്ടായിരുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതെന്താന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിയേ, പാഠത്തിൻ്റെ പേര് നോക്കിയേ, കണ്ണാന്തളി പൂക്കളുടെ കാലം. അതായത് അവർക്കില്ലാത്തൊരു സൗഭാഗ്യമായിരുന്നു MTക്ക് ഉണ്ടായിരുന്ന കണ്ണാന്തളി പൂക്കൾ. കാരണം താന്നിക്കുന്നിൻ്റെ നെറുകയിൽ എന്താണ്, കണ്ണാന്തളി പൂക്കൾ ഇങ്ങനെ തഴച്ചു വളരും. അപ്പോൾ ഈ കണ്ണാന്തളി പൂക്കൾ എന്താണ്, അവർക്ക് ഒരുപാട് അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കുന്നിൻ്റെ മുകളിൽ നിന്ന്. അപ്പോൾ അവർക്ക് ഇങ്ങനെ വേലിപ്പറമ്പിലെ പൂക്കളൊക്കെ അവർ പൂക്കളിടാൻ ഉപയോഗിക്കുന്ന സമയത്ത് ഇവർക്ക് എന്താണ്, കണ്ണാന്തളി പൂക്കളാണ് കിട്ടിയിരുന്നത്. കണ്ണാന്തളി പൂക്കളുടെ പ്രത്യേകത പറയുന്നുണ്ട്, ഇളം റോസ് നിറമാണ് കണ്ണാന്തളി പൂക്കൾക്ക്. അതുപോലെ പുന്നല്ലരി ചോറിൻ്റെ ഗന്ധമാണ് കണ്ണാന്തളി പൂക്കൾക്ക്. പിന്നെ കാശിത്തുമ്പയുടെ വർഗത്തിൽപ്പെട്ട ഒരിനം സസ്യമാണെന്ത്, കണ്ണാന്തളി പൂക്കൾ. ഈ സ്ത്രീകളൊക്കെ കാതിലണിയുന്ന തോടയുടെ ആ ഒരു രീതിയിൽ, ആ ഒരു രൂപത്തിലാണ് ഈ കണ്ണാന്തളി പൂക്കൾ ഉണ്ടായിരുന്നത് എന്നും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ കണ്ണാന്തളി പൂക്കളെ കുറിച്ച് MT അദ്ദേഹത്തിൻ്റെ എല്ലാ കഥകളും നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത്, നാലുകെട്ട് എന്ന നോവലിലൊക്കെ നമ്മൾ എന്താണ് ഈ കണ്ണാന്തളി പൂക്കളെ കുറിച്ച് MT പറയുന്നുണ്ട്, കഥകളിലൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, അതായത് അച്ഛൻ്റെ വീട്ടുകാർക്കില്ലാത്ത സൗഭാഗ്യം, മറ്റുള്ളവർക്കില്ലാത്ത സൗഭാഗ്യമായിരുന്നു ഈ കണ്ണാന്തളി പൂക്കൾ. അങ്ങനെ കാലം മാറിയതിനനുസരിച്ച് കണ്ണാന്തളി പൂക്കൾക്ക് എന്താണ്, വംശനാശം സംഭവിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കഥകളൊക്കെ വായിച്ചിട്ട് അദ്ദേഹത്തിന് ആരാധകരൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു എന്ത്, MTയുടെ നാട് കാണാനും കണ്ണാന്തളി പൂക്കളെ കാണാനൊക്കെ അവർ വരുന്നുണ്ടെന്ന്. അപ്പോൾ MT അവർക്ക് മറുപടി അയക്കുകയാണ്. എന്താണ് മറുപടി, നാട് കാണാം പക്ഷേ കണ്ണാന്തളി പൂക്കളെ കാണാൻ കഴിയില്ല എന്ന് പറയുകയാണ്. അങ്ങനെ MTക്ക് അദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ള ഒരു വൈദ്യരുണ്ട്, പരമേശ്വരൻ വൈദ്യർ. അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നു, നാട്ടിൽ വരുന്ന സമയത്ത് ഞാനൊരു സൂത്രം കാണിച്ചു തരാം. അങ്ങനെ MT നാട്ടിൽ പോയി കണ്ടത് എന്താണ്, അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയ സമയത്ത് കണ്ടത്, അദ്ദേഹത്തിന് പാറയുടെ, അതായത് പരമേശ്വരൻ വൈദ്യർക്ക് പാറയുടെ ഇടുക്കിൽ നിന്നും 2-3 കണ്ണാന്തളി പൂക്കൾ അല്ലെങ്കിൽ ചെടികൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു, അത് മൺചട്ടിയിൽ ഇങ്ങനെ കുഴിച്ചിട്ടതാണ്. അപ്പോൾ നോക്കുന്ന സമയത്ത് നിറം അത് തന്നെയാണ്, ആ നിറം അത് തന്നെയാണ്, പക്ഷേ മണം അത് പുന്നല്ലരി ചോറിൻ്റേതായിരുന്നില്ല എന്ന് MT പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, എത്ര നിറങ്ങളാണ്, എത്ര ഗന്ധങ്ങളാണ്, എത്ര വിസ്മയങ്ങളാണ് നമുക്ക് നഷ്ടപ്പെടുന്നത് അല്ലേ. അതായത് നമ്മൾ മനുഷ്യർ അല്ലേ, ഒരുപാട് മനുഷ്യരിങ്ങനെ കൂടുന്നതിനനുസരിച്ച്, ആളുകളൊക്കെ ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് വികസന മനോഭാവം കൂടുകയും അതിൻ്റെ ഭാഗമായിട്ട് കുന്നുകളൊക്കെ റോഡ് പണിക്ക് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ നഷ്ടമാകുന്നത് ഇത്തരത്തിലുള്ള സ്മൃതികളാണ്, ഇത്തരത്തിലുള്ള പൂക്കളും ചെടികളും ഒക്കെയാണ് എന്ന് അദ്ദേഹം അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ നോക്കുക, ഈ കണ്ണാന്തളി പൂക്കളുടെ കാലം എന്ന് പറയുന്ന ഓർമ്മക്കുറിപ്പിൽ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം, essay ഒക്കെ വരാൻ സാധ്യത ഉണ്ട്. എത്ര നിറങ്ങളാണ്, എത്ര ഗന്ധങ്ങളാണ്, എത്ര വിസ്മയങ്ങളാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്? നഷ്ടസ്മൃതികളുടെ അയവിറക്കലാണോ കണ്ണാന്തളി പൂക്കളുടെ കാലം
വിശദീകരിക്കുക എന്നൊരു ചോദ്യം നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് ചെറിയമ്മാമയുടെ ദിനചര്യയുടെ പ്രത്യേകതകൾ എന്തെല്ലാം? അതായത് ചെറിയമ്മാമ അദ്ദേഹത്തിൻ്റെ ദിനചര്യകൾ എന്തൊക്കെയായിരുന്നു, അദ്ദേഹം എന്തൊക്കെയാണ് ചെയ്തത്, അദ്ദേഹം ആരാണ്, അതായത് പ്രൈമറി സ്കൂളിലെ അധ്യാപകനാണ്, പിന്നെ അതുപോലെ നടക്കുന്ന സമയത്ത് കാലിലെ വള്ളിച്ചെരുപ്പ് താളത്തിൽ ശബ്ദം ഉണ്ടാക്കും, പിന്നെ മെലിഞ്ഞ് കഷണ്ടിയുള്ള ഒരാളാണ് ചെറിയമ്മാമ, അതും കൂടി ഒന്ന് ഓർത്ത് വയ്ക്കണേ. അങ്ങനെ മാത്രമല്ല അദ്ദേഹം എന്താണ് ജോലിയൊക്കെ കഴിഞ്ഞ് പാടത്തൊക്കെ പോയി കണക്കും കാര്യങ്ങളൊക്കെ നോക്കി വീട്ടിൽ വന്ന് വീട്ടിലെന്താണ് പുസ്തകങ്ങളൊക്കെ നോക്കിയതിന് ശേഷം അച്ചമ്മയോട് സംസാരിച്ച് അതിന് ശേഷമാണ് അദ്ദേഹം എണ്ണ തേച്ച് കുളിച്ച് നാമം ചൊല്ലിയതിന് ശേഷമാണ് ഭക്ഷണം കഴിക്കുക. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ദിനചര്യയായിട്ട് പറയുന്നത്. പിന്നെ ലേഖകന്റെ തറവാട്ടിലെ സാമ്പത്തിക സ്ഥിതി എന്തായിരുന്നു? അതായത് ലേഖകന്റെ തറവാട്ടിൽ അവർ താമസിക്കുന്ന സ്ഥലത്തെ എന്താണ് തറവാട്ടിലെ സാമ്പത്തിക സ്ഥിതി എന്താണ് എന്ന് ചോദ്യം വരും. പിന്നെ അതുപോലെ തന്നെ അടുത്തതായിട്ട് വരുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞത് തൻ്റെ ഊണ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ കുട്ടികളടക്കമുള്ളവർക്ക് ഭക്ഷണം വിളമ്പാവൂ എന്ന നിയമം ഉണ്ടാക്കിയത് ചെറിയമ്മാമയായിരിക്കില്ല എന്ന് ലേഖകൻ തിരിച്ചറിയാനുള്ള കാരണം എന്ത്? അത് ചോദിക്കട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുക. ഞാൻ പറഞ്ഞ കഥ ഈ ഒരു പാഠഭാഗം പറഞ്ഞ സമയത്ത് നിങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ താന്നിക്കുന്നിൻ്റെ നെറുകയിലുള്ള കണ്ണാന്തളി പൂക്കൾക്ക് വന്ന മാറ്റം എന്ത്? അതും ചോദിക്കാൻ സാധ്യതയുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ പരിസ്ഥിതി ദർശനത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ കണ്ണാന്തളി പൂക്കളുടെ കാലം എന്ന പാഠഭാഗത്തിനൊരു ആസ്വാദനം തയ്യാറാക്കുക. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ വന്നേരിക്കാരുടെ ഓണാഘോഷത്തിൻ്റെ പ്രത്യേകതകളും ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇത്രയുമാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, കണ്ണാന്തളി പൂക്കളുടെ പ്രത്യേകതകൾ എന്തായിരുന്നു? ഓക്കെ, താങ്ക് യു.